ഹായ് ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു റീൽസാണ് കേട്ടോ. ഉണ്ണിക്കാളി എന്ന് പറയുന്ന ആൽബം സോങ്ങിൻ്റെ റീൽസ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ചെയ്യാമെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ബി ബി ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബി ബി ക്രീം ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ നല്ല രീതിക്ക് ഒന്ന് തേച്ച് ഇതാക്കി കൊടുക്കുന്നത്. അങ്ങനെ ക്രീമെല്ലാം മുഖത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. ക്യാമറ നോക്കി വരയ്ക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരയ്ക്കും കേട്ടോ. പിന്നെ ക്യാമറ നോക്കിയിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് നേരം എടുക്കും വരച്ച് വരാനായിട്ട്. അങ്ങനെ ഒരു കണ്ണിൽ ഐലൈനർ വരച്ചിട്ടുണ്ട്, കുറച്ച് കണ്ണിൽ ഇങ്ങനെ നീട്ടി വരച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ണിൽ വരച്ച് കഴിഞ്ഞ് അടുത്ത കണ്ണിൽ വരയ്ക്കുകയാണേ. രണ്ട് കണ്ണിൽ നല്ല രീതിക്ക് ഒന്ന് നീട്ടി പാലിട്ട് ഐലൈനർ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളിൽ കരി എഴുതാണേ. അങ്ങനെ രണ്ട് കണ്ണിലും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കണ്ണ് സെറ്റായിട്ടുണ്ട്. ഞാൻ സിമ്പിളായിട്ടൊരു മേക്കപ്പാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, എൻ്റെ രീതിയിലുള്ള ഒരു മേക്കപ്പ് കേട്ടോ. അത്ര വലിയ ഇതൊന്നുമല്ല, എൻ്റെ രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി കുറച്ച് ലിപ് ബാമാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ആവശ്യത്തിന് കുറച്ച് ലിപ് ബാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സിന്ദൂരം ഇട്ട് കൊടുക്കില്ലേ, സിന്ദൂരം ഇട്ട് കൊടുക്കുന്ന അതുകൊണ്ടിട്ടാണ് കേട്ടോ പൊട്ട് വരയ്ക്കുന്നത്. റെഡ് കളർ പൊട്ടൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. കറക്റ്റ് റൗണ്ടൊന്നും കിട്ടിയില്ല, എന്നാലും ഒരുവിധം അങ്ങനെ പൊട്ട് വരച്ചിട്ടുണ്ട്. ഇനി സിന്ദൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് സിന്ദൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കമ്മലാണ് കേട്ടോ. ഇതാണ് എൻ്റെ കമ്മൽ, എൻ്റെ ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ, ജിമിക്ക. അങ്ങനെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എൻ്റെ കല്യാണത്തിന് ഞാൻ ഇട്ടിരുന്ന കമ്മലാണ് കേട്ടോ ഇത്. എൻ്റെ ഫേവറേറ്റാണ്, ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇത്. അങ്ങനെ കമ്മലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വളയാണ് കേട്ടോ. വള ഞാൻ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷേ ഇപ്പോൾ ഇട്ടുന്നേ ഉള്ളൂ. ആൻഡ് ഇതാണ് നമ്മുടെ വള. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വള ഇട്ടിട്ടുണ്ട്. ഇനി മാലയാണ് കേട്ടോ, ഈ നെക്ലേസ്. ഈ നെക്ലേസും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ നെക്ലേസിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കെട്ടി വെക്കുകയാണ്. അങ്ങനെ നെക്ലേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് ടാസ്ക് മുടി കെട്ടുന്നത്. എനിക്ക് മുടി എങ്ങനെ കെട്ടിയാലും ശരിയാവത്തില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് രണ്ട് സൈഡും എടുത്തിട്ടൊന്ന് ക്ലിപ്പ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ഇതെടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ക്ലിപ്പ് ചെയ്തിടാണേ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് വലിയ മേക്കപ്പ് ഒന്നുമല്ല, എൻ്റെ രീതിയിലൊരു ചെറിയൊരു മേക്കപ്പാണ് കേട്ടോ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ മുടി ഇതേ രീതിയിലൊന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പുറ സൈഡും കൂടി കെട്ടാണ് കേട്ടോ മുടി. എൻ്റെ ഒരു പട്ടുപാവാട ഉടുപ്പമാണ് കേട്ടോ ഇത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ ഇത്. കാരണം ഈ റീൽസിന് ചേരുന്നത് ഇത് തന്നെയാണെന്ന് തോന്നി, അങ്ങനെയാണ് കേട്ടോ ഇതിട്ടത്. അങ്ങനെ മുടിയെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു മൂക്കൂത്തി ഞാൻ കുത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു പൊട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുങ്ങി. അപ്പോൾ ഇഷ്ടമായൊന്നില്ല കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ.